ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് കോവിഡ് രോഗം ബാധിക്കുന്നതിൽ 99% പേരും വീടുകൾ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ചിലർക്ക് വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല, എന്നാൽ ചിലർക്ക് പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പലപ്പോഴും ഈ ചുമ വന്നിട്ട് കടുത്ത കഫക്കെട്ടായിട്ടാണ് പലർക്കും ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഒരു വൈറൽ ന്യൂമോണിയയിലേക്ക് ഇത് പോകുന്നതും ഗുരുതരമായിട്ട് മാറുന്നതും. ഇന്ന് രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷനുകളും മരണത്തെക്കുറിച്ചും നിങ്ങളതിൻ്റെ പല വാർത്തകളും അറിഞ്ഞിട്ടുമുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് രോഗം ബാധിച്ച് വീട്ടിൽ കഴിയുന്നവർക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നം കഫക്കെട്ട്. അതായത് ചുമ തുടങ്ങി ഒരു 2 ദിവസം കഴിയുമ്പോൾ നെഞ്ചിനകത്ത് നല്ല കഫം വലിയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ, നെഞ്ചിൽ അടിഞ്ഞുകൂടുന്ന കഫം എങ്ങനെ പുറത്ത് കളയാമെന്ന് വിശദീകരിക്കാം. നെഞ്ചിൽ കഫം അടിയുന്ന ആൾക്കാരിൽ ഒരു ചെറിയ ശതമാനത്തിന് ഇത് കോവിഡ് ന്യൂമോണിയ ബാധയായിട്ട് മാറാറുണ്ട്. കോവിഡ് ന്യൂമോണിയ ആണോ എന്ന് സംശയം തോന്നുന്ന ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം. ഒന്ന്, നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുക, ശ്വാസം എടുക്കുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും തട്ടി നിൽക്കുന്ന പോലുള്ള ലക്ഷണം കാണുക, വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയിട്ട് 101 ഡിഗ്രി പനി വിട്ടുമാറാതെ നിൽക്കുന്ന ഒരവസ്ഥ കാണുക. അതല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നതിൻ്റെ റേറ്റ് 1 മിനിറ്റിൽ 30 മുകളിലേക്ക് പോവുക. സാധാരണഗതിയിൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15 മുതൽ ഒരു 18 വരെയാണ് 1 മിനിറ്റിൽ. എന്നാൽ അത് ഒരു 30 മുകളിലേക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം നമ്മളുടെ പൾസ് 1 മിനിറ്റിൽ സാധാരണ 1 മിനിറ്റിൽ 70 മുതൽ 90 വരെ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ പൾസ് റേറ്റ് 1 മിനിറ്റിൽ 120 130 മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 3-4 ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചുമയുള്ളവർക്ക് ന്യൂമോണിയ ബാധ ആയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ഉടനെ നിങ്ങൾ ആരോഗ്യ വകുപ്പിനെ കോൺടാക്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻറ്റിനെ മാറ്റുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ചുമയും കഫവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് വീട്ടിലുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഈ കഫം ഇളകി പോകാൻ ചെയ്യേണ്ട ലളിതമായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ചില മാർഗ്ഗങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചുമയും കഫക്കെട്ടും പലപ്പോഴും ഡോക്ടർമാരെ നേരിട്ട് പോയി കണ്ട് പരിശോധിപ്പിക്കാനുള്ള അവസരമില്ല. മരുന്ന് കഴിച്ചിരുന്നാൽ ചുമ അല്പം കുറയുന്നല്ലാതെ കഫം ഇളകി പോകാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പേര് കോമൺ ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് ഒരു മോയിസ്റ്റ് എയറിനെ കടത്തിവിടുക. അതായത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്ന ആവി പിടുത്തം നമുക്ക് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫമിനെ ഒന്ന് ലൂസ് ആക്കാനായിട്ട് സഹായിക്കും. ആവി പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ പുട്ടുകുടം പോലെ ചെറിയ വട്ടമുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പറൈസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നിങ്ങളൊരു 2 ഗ്ലാസ് വെള്ളമെടുത്ത് അതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നിങ്ങൾ ആവി പിടിക്കുന്നതോ, ഇല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആവി പിടിക്കുന്നതോ നിങ്ങൾക്ക് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം ലൂസ് ആകാനും പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ അത് ഇളകിപ്പോവാനും സഹായിക്കും. ഒരിക്കലും ഈ ആവി പിടിക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന വേപ്പോ റബ്ബുകൾ ഉപയോഗിക്കരുത്. കാരണം വേപ്പോ റബ്ബുകൾ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ ഡ്രൈ ആക്കാനും കഫം അവിടെ അടിഞ്ഞുകൂടാനും കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ദിവസത്തിൽ 2-3 തവണ ആവി പിടിക്കുന്നത് നിങ്ങൾക്ക് ശ്വാസകോശത്തിലോ നമ്മുടെ അപ്പർ നേസൽ ട്രാക്കിലെ സൈനസുകൾക്കകത്തോ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം ഇളകിപ്പോവാൻ സഹായിക്കും. ഇനി കഫം ഇളകിപ്പോവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിവർന്നിരുന്നതിന് ശേഷം നിങ്ങളുടെ ഇരു കൈകളും നമ്മുടെ വാരിയെല്ലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചതിന് ശേഷം ശ്വാസം ദീർഘമായിട്ട് മൂക്കിലൂടെ പരമാവധി ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളുടെ ഭാഗങ്ങൾ, നമ്മുടെ വിരലുകളുടെ ഭാഗങ്ങളുടെ ആ വശത്തുള്ള എല്ലുകൾ വികസിക്കുന്നുണ്ട്, വാരിയെല്ലുകൾ വികസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം ദീർഘമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ലോവർ ഭാഗത്തുള്ള അൽവിയോളകൾ വരെ വികസിക്കുന്നു എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എല്ലാ ഭാഗവും വികസിക്കുമ്പോൾ ആ ഭാഗത്ത് പറ്റിയിരിക്കുന്ന കഫം ഇളകാനും ഇത് തിരിച്ച് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് വരാനും പുറത്തേക്ക് പോകാനും സഹായിക്കും. ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് ഒരു 5 തവണ ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം ചെയ്യേണ്ട മറ്റൊരു സിമ്പിൾ എക്സസൈസ് വിശദീകരിക്കാം. ഇതിന് ഹഫ് കഫിംഗ് എന്നാണ് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ചുമയ്ക്കാനുള്ള ആരോഗ്യമുണ്ട്, വലിയ ക്ഷീണമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഹഫ് കഫിംഗ് എങ്ങനെ ചെയ്യണം എന്ന് വിശദീകരിക്കാം. നിങ്ങൾ ആദ്യം നിവർന്നിരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് ശ്വാസം ഒരു 5 തവണ ശ്വാസം പൂർണ്ണമായിട്ടും എടുത്തു വിടുക. അതിനുശേഷം ശ്വാസം ഒരു പകുതി ഉള്ളിലേക്ക് എടുത്ത് പെട്ടെന്ന് ശ്വാസം വായിൽ കൂടി പുറത്തേക്ക്
പുറത്തേക്ക് ഫോഴ്സ്ഫുള്ളി വിടുക. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് ഡ്രാഗണുകൾ തീ തുപ്പുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ലേ? ആ രീതിക്ക് നിങ്ങൾ പുറത്തേക്ക് വായിലൂടെ ശക്തിയായിട്ട് എയർ പുറത്തേക്ക് വിടുക. ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ശ്വാസം പകുതി ഉള്ളിലേക്ക് എടുക്കുക. ഇത്തരത്തിൽ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നതിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ വാ കൊണ്ട് ശക്തമായിട്ട് പുറത്തേക്ക് ശ്വാസത്തിനെ ഊതി വിടുക. നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ശ്വാസകോശത്തിനെ ഒന്ന് വികസിപ്പിച്ച് സഡനായിട്ട് ചുരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്വാസകോശത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം വളരെ പെട്ടെന്ന് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് വരികയും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കഫ് റിഫ്ലെക്സ് വരികയും ചുമയ്ക്കുമ്പോൾ ആ അടിഞ്ഞുകൂടുന്ന കഫം പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹഫ് കഫിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആരോഗ്യമുള്ളവർക്ക്, ഇത് കിടപ്പിലായ രോഗികൾക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് ശ്വാസം ഊതാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അല്ലാതെ ആരോഗ്യമുള്ളവർക്ക് വീടുകളിൽ തന്നെ സേഫായിട്ട്, അതായത് നല്ല കഫക്കെട്ടുള്ളവർക്ക് ഒരു മണിക്കൂറിൽ 3-4 തവണ ഈ വ്യായാമം ഹഫ് കഫിങ് അവർക്ക് ആവർത്തിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസകോശത്തിന് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം പുറത്തേക്ക് പൂർണ്ണമായും പോകാൻ സഹായിക്കുന്നതാണ്. പലപ്പോഴും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ചിലർക്ക് ട്രിഗർ ചെയ്ത് ചുമ വരുന്നത് കാണാം. അത് പലപ്പോഴും ഈ ഹഫ് കഫിങ്ങിൻ്റെ ഭാഗമാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല. നെഞ്ചിൽ കൂടുതൽ കഫമുള്ളവർക്ക് നിവർന്നിരുന്നിട്ടല്ലാതെ കമഴ്ന്നിരുന്നിട്ടും നിങ്ങൾക്ക് ഈ ഹഫ് കഫിംഗ് ആവർത്തിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു കസേരയിലിരുന്ന് മേശയുടെ പുറത്ത് നിങ്ങൾക്ക് കൈവച്ച് കമഴ്ന്ന് കിടന്നതിന് ശേഷം നിങ്ങൾക്ക് ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് മൂക്കിൽ കൂടെ എടുത്തിട്ട് സഡനായിട്ട് പുറത്തേക്ക് വിടാവുന്നതാണ്. കമഴ്ന്നിരിക്കുന്നത് ഞാൻ മുൻപ് വീഡിയോയിൽ വിശദീകരിച്ച പ്രോൺ പൊസിഷനാണ്. അത് നമ്മൾ മുന്നിലേക്ക് കമഴ്ന്നിരിക്കുമ്പോൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം ഓട്ടോമാറ്റിക്കലി മുന്നിലേക്ക് വിടുകയും നമ്മൾ ഈ ഹഫ് കഫിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കഫം പുറത്തേക്ക് ഇളകിപ്പോവാൻ സഹായിക്കുകയും ചെയ്യും. ഇനി കഫം ഇളകിപ്പോവാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് പ്രോൺ പൊസിഷനിങ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പ്രോൺ പൊസിഷനിങ് വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് രക്തത്തിൽ ഓക്സിജന്റെ ഒരു സാച്ചുറേഷൻ കുറഞ്ഞു വരുന്നു എന്ന് തോന്നിയാൽ കമഴ്ന്ന് കിടന്നിട്ട് ചെയ്യേണ്ട എക്സസൈസ്, റെസ്പിറേറ്ററി എക്സസൈസ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ കഫം കൂടുതലുണ്ടെങ്കിൽ കമഴ്ന്ന് നിങ്ങളൊരു കട്ടിലിൽ നെഞ്ച് വെച്ച് കമഴ്ന്ന് കിടന്നതിന് ശേഷം നിങ്ങൾക്ക് തല ഒരു സൈഡിലേക്ക് ചരിച്ചു വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കഫം മുൻപിലേക്ക് വരികയും നിങ്ങൾക്ക് ചുമയ്ക്കുമ്പോൾ ആ കഫം പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. കട്ടിലിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിവർന്ന് കിടക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾ പൊസിഷൻ പല ഭാഗത്തേക്കും ചരിഞ്ഞ് കിടക്കുന്നതും പലപ്പോഴും നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്ന് കഫം ഇളകി നമ്മുടെ ശ്വാസനാളത്തിലേക്ക് വരാനും നിങ്ങൾക്ക് ചുമയ്ക്കുമ്പോൾ ഇത് പുറത്തേക്ക് പോകാനും സഹായിക്കുന്നതാണ്. ശ്വാസകോശത്തിലെ കഫം ഇളകിപ്പോകാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് കപ്പിംഗ്. കപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ കൈ വെച്ചതിന് ശേഷം നമ്മുടെ ഉള്ളം കൈ കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മൾ ശക്തിയായിട്ട് ഇങ്ങനെ തട്ടുന്നതാണ്. നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് കഫം ഉണ്ടെന്ന് തോന്നുന്നത് നിങ്ങൾക്ക്, അതായത് ഒന്നുകിൽ നിങ്ങളുടെ ബൈസ്റ്റാൻഡേഴ്സിനെ നിങ്ങളെ കമഴ്ത്തി കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി ഇരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് പുറകിൽ നിങ്ങളുടെ മുതുകിൻ്റെ ഭാഗത്ത് കൈകൾ ഉപയോഗിച്ച് ശക്തിയായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ടാപ്പ് ചെയ്യാവുന്നതാണ്. ഇത് മുകളിലത്തെ ഭാഗത്തോ താഴത്തെ ഭാഗത്തോ ചെയ്യാം. 1 മണിക്കൂറിൽ 2-3 തവണ ഇങ്ങനെ ശരീരത്തിൻ്റെ പുറകിലും മുന്നിലും രോഗിയെ ടാപ്പ് ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിത് സ്വയം ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബൈസ്റ്റാൻഡർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. ഇങ്ങനെ ഈ കപ്പിംഗ് ചെയ്താലുള്ള ഗുണം എന്തെന്നറിയാമോ? നമ്മുടെ ശ്വാസകോശത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം ലൂസാകാനും ഇത് പെട്ടെന്ന് ഇളകി ശ്വാസനാളത്തിലേക്ക് വരാനും പുറത്തേക്ക് പോകാനും സഹായിക്കും. ഇത് നമുക്ക് അത്യാവശ്യം കഫക്കെട്ടുള്ളവർക്കും ന്യൂമോണിയയുടെ പ്രാരംഭ സ്റ്റേജുകളിലുള്ളവർക്കും ചെയ്യാവുന്നതാണ്. പലപ്പോഴും ലോകമെമ്പാടും ഹോസ്പിറ്റലിലെ ന്യൂമോണിയ കേസുകളിൽ കഫം പെട്ടെന്ന് എക്സ്പെക്ടറേറ്റ് ചെയ്ത് പോകുന്നതിന് ചികിത്സയോടൊപ്പം തന്നെ ഈ മാർഗവും സ്വീകരിക്കാറുണ്ട്. കുട്ടികൾക്ക് ചുമയും കഫക്കെട്ടും ഉണ്ടെങ്കിൽ അവരുടെ നെഞ്ചിൽ നിന്നും കഫം എക്സ്പെക്ടറേറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കാവുന്ന മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞ കപ്പിംഗ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കപ്പിങ്ങും ഞാൻ നേരത്തെ വിശദീകരിച്ചില്ലേ ഹഫ് കഫിങ്ങും ഇതും കൂടെ ഒരുമിച്ച് ചേർത്തും നിങ്ങൾക്ക് ചെയ്യുന്നത് കഫം പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കും. അതായത് നിങ്ങൾ ഈ കൈ ഉപയോഗിച്ച് നമുക്ക് നെഞ്ചിൻ്റെ ഓരോ ഭാഗത്തും 20 തവണ വീതം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച എക്സസൈസ് ഇല്ലേ, ശ്വാസം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നെഞ്ചിനകത്ത് ലോവർ പോളുകളിലെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം ലൂസാവാനും കപ്പിങ്ങും അതോടൊപ്പം തന്നെ ഹഫ് കഫിംഗ് കൂടെ ചെയ്യുമ്പോൾ ആ കഫം പുറത്തേക്ക് പോകാനും സഹായിക്കും. ഇതുകൂടാതെ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുന്നത്, അതായത് ഒരു ദിവസത്തിൽ അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നത് നമ്മുടെ കഫം നന്നായിട്ട് ലൂസാവാനും കഫം പുറത്തേക്ക് പെട്ടെന്ന് ഇളകിപ്പോകാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ ഇവ
ലോകമെമ്പാടും നമ്മുടെ നെഞ്ചിൽ വരുന്ന കഫക്കെട്ട് കഫം ഇളകി പോകാനായിട്ട് വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്ന മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് കോവിഡ് രോഗം ബാധിച്ച് വീടുകളിൽ കഴിയുന്ന ഒട്ടനവധി പേർക്ക് ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ മാർഗ്ഗങ്ങൾ ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. നെഞ്ചിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം ഇളകി പോയാൽ തന്നെ അവർക്ക് കുറച്ച് സമാധാനമായിട്ട് ശ്വാസം എടുക്കാനും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടാനും അത് സഹായിക്കും. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.